കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വെള്ളിയാഴ്ച വലിയ ജയത്തിൻ്റെ ഒരു ജയത്തിൻ്റെ ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുതിയ വർഷം എല്ലാ മേഖലകളിലും വർദ്ധിക്കട്ടെ, മാനിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവെ, ഇന്നത്തെ ദിവസം കർത്താവ് ജയത്തോടെ ഈ വർഷം, ആമേൻ, കഴിഞ്ഞ നാളുകളിൽ നടന്നതുപോലെ അല്ല, പുതിയ വർഷം അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും വീര്യപ്രവൃത്തിയുടെയും, ആമേൻ ആമേൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബ്ലെസ്സിയാണ് കുടുംബജീവിതം, ആമേൻ, പുതിയ വർഷത്തിലേക്ക് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കുകയാണ്. പുതിയ വർഷം ഏറ്റവും നന്മയുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, ആമേൻ, വലിയ പദ്ധതിക്ക് വേണ്ടി കർത്താവരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. വരുമാനമാർഗം, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകർക്ക് ഇവരെ അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന് ആമേൻ ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗം മാറ്റിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദിവസം വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസമാണ്. കാരണം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് യേശുവിൽ വ്യാപരിച്ച അതേ പുനരുദ്ധാന ശക്തി. ആമേൻ. അതേ ദൈവശക്തി എൻ്റെ അകത്തിരിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ എവിടെ ചെന്നാലും കർത്താവ് ചെല്ലുന്നത് പോലെയാണ്, യേശു ചെല്ലുന്നത് പോലെയാണ്. യേശു ചെന്നാൽ വാതിൽ തുറക്കുമെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴും വാതിൽ തുറക്കും. എൻ്റെ കൂടെ പറഞ്ഞേ, ഞാൻ ചെല്ലുമ്പോഴും അടഞ്ഞെന്ന് നിരൂപിച്ചത്, അടഞ്ഞെന്ന് ചിന്തിച്ചത് നീ ചെല്ലുമ്പം കർത്താവ് തുറക്കുന്നത്. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാ പറയാണ്, ഇന്ന് നിങ്ങൾ ചെല്ലുന്നിടത്ത്, ആമേൻ, അടഞ്ഞെന്ന് ചിന്തിച്ചെടുത്ത് ഇന്ന് ഇത് ചില വാതിലുകൾ തുറക്കാൻ പോവുക. ആമേൻ. ദൈവവചനത്തിൽ എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അതേ പ്രിയമുള്ളവരെ, ആ വചനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കേ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ നാം ചോദിക്കുന്നതിൽ, സഭയോട്, എഫെസോസ് സഭയോടാണ് പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ചോദിക്കാൻ എനിക്കൊരു അപ്പനുണ്ടെന്നേ. ആമേൻ. എനിക്ക് നനയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ എനിക്കൊരു അപ്പനുണ്ട്. ആമേൻ. വചനം പറയണം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ആമേൻ. ചോദിക്കുന്നതും നനയ്ക്കുന്നതും തരാമെന്നല്ല, അതിൻ്റെ അപ്പുറത്ത് ചില വാതിലുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഇന്ന് ഈ വെള്ളിയാഴ്ച ആമേൻ കണ്ടിട്ടില്ലാത്ത ചില വാതിലുകൾ, ആമേൻ, നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. എനിക്ക് വേണ്ടി കർത്താവുണ്ടെന്ന് വിളിച്ചു പറഞ്ഞേ. ആമേൻ. ആ വചനം ഒന്ന് വിളിച്ചു പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നതിലും, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഈ ശക്തി എന്ന് പറയുമ്പം, ആമേൻ, ദൈവവചനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയാണ്, എന്നാൽ, അവിടെയും എന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ആമേൻ. ഇവിടെ വചനം പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ആമേൻ ആമേൻ. കഴിയുന്നവന്, അതാ ദൈവാത്മാവിൻ്റെ ശക്തി. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയാണ്, എന്നാൽ ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതാണ് എൻ്റെ ശക്തി. ആമേൻ. നിങ്ങൾ ശക്തിയെ ലഭിക്കും, പ്രാപിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അതെ, എന്നെ കേൾക്കുന്ന ചില മൂലകളിൽ ഇരിക്കുകയായിരിക്കും. ആമേൻ. ഇനി എങ്ങനെ മുമ്പോട്ടെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷെ വചനം പറയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ റിസീവ് ചെയ്യും ശക്തിയെ. ആ ശക്തി ഇന്ന് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും പുതിയ വഴികൾ തുറക്കാൻ പോവുക, പുതിയ വാതിലുകൾ തുറക്കാൻ പോവുക. ആമേൻ. ചോദിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കർത്താവ് നടത്താൻ പോവുക. കാരണം നിൻ്റെ അകത്താ ആ ശക്തി ഇരിക്കുന്നത്, പരിശുദ്ധാത്മാവിരിക്കുന്നത്. യേശുവിൽ വ്യാപരിച്ച ദ സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ്, ആമേൻ, നമ്മുടെ അകത്തിരിപ്പുണ്ട്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. കർത്താവ് വിശാലമായ വാതിലുകൾ തുറക്കാൻ പോവുക. ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് കർത്താവ് ചെയ്യാൻ പോവുക. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഇന്നത്തെ ദിവസം ആ ശക്തി വെളിപ്പെടുന്നത് എല്ലാ മേഖലയിലും ഒന്ന് കണ്ടേ കർത്താവ് ജയത്തോടെ നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ചയ്ക്കായി നന്ദി. കർത്താവെ, അങ്ങയുടെ ശക്തി എല്ലാ മേഖലകളിലും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതാണല്ലോ എൻ്റെ അകത്ത് വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണല്ലോ ഞാൻ. ആമേൻ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആ ആത്മാവിൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ എന്ത് ചോദിക്കുന്നോ, ഞാൻ എന്ത് നനയ്ക്കുന്നോ, ആമേൻ, അത് എന്നിൽ വ്യാപരിക്കുന്ന തൻ്റെ അത്യന്ത ശക്തിയാൽ, ആമേൻ, അതിലധികം തരുവാൻ അങ്ങ് മതിയായവനാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ, ആമേൻ, പുതിയ വാതിലുകൾ
വാതിലുകൾ എന്താഗ്രഹിച്ചോ അതിൻ്റെ അപ്പുറത്ത് ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം. ഇന്നത്തെ ദിവസം പുതിയ വാതിലുകൾ അവൻ എന്താണോ ആഗ്രഹിച്ചത്, ഏത് വീടാണോ ആഗ്രഹിച്ചത് അതിലും ബെസ്റ്റ് ഒരു വീട്, ഏത് സ്ഥലമാണോ ആഗ്രഹിച്ചത് അതിലും നല്ലൊരു സ്ഥലം കർത്താവ് അങ്ങ് ഒരുക്കിയതിനായി നന്ദി. നഷ്ടപ്പെട്ടത് അതും നന്മയ്ക്ക, നടക്കാഞ്ഞതോ അതും നന്മയ്ക്ക, എന്നാൽ നടക്കാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നു. പരിശുദ്ധാത്മാവ് ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, ടുഡേയ്സ് ബ്ലെസ്സിംഗ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. നാളെ ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.